എടാ എന്റെ കൂട്ടുകാരി മറ്റേ അമ്മു ഇല്ലേ, അവക്ക് അരുണല്ലാതെ വേറെ ലൈനുണ്ട്. വേറെ ലൈനാ? എടാ 2 ലൈൻ ഉണ്ടെന്ന് അവക്ക്. ഇവളൊക്കെ എന്റെ ഫ്രണ്ട് എന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. അവൾ എന്നെ നോക്കണ എങ്ങനെയാന്ന് അറിയാം? എന്നെ തന്നെ ഒരു നിന്റെ കൂടെ ഞാൻ ഉള്ളപ്പോ എന്നെ എങ്ങനെ നോക്കും അറിയാം അവള്. എടാ ഇത് മാത്രല്ലടാ, വേറൊരു കാര്യമുണ്ട്. മറ്റേ ശ്രീദേവ് ഇല്ലേ, അവനായിട്ട് ഇവൾക്ക് ബെഞ്ചിങ് ഉണ്ട്. ബെഞ്ചിങ്ങാ? ബെഞ്ച് അതെന്തോന്ന് സംഭവം? എന്ത് പുതിയ ജനറേഷന്റെ പുതിയ വാക്കാണ് ബെഞ്ചിങ്? ഒരുമാതിരി വൃത്തിയായിട്ട സ്വഭാവം. ഇവക്ക് വേറെ ലൈൻ ഉണ്ട്, അപ്പം അവക്ക് വേറെ ചെക്കന്മാരെയും വേണം. എല്ലാ ചെക്കന്മാരെയും നീ ഒരു പണി, അവളായിട്ട് കമ്പനി അടിക്കണ്ട. അത് നിന്നെ അങ്ങനെ ആക്കും അവള്. അവളുടെ സ്വഭാവം വെച്ച് അവള് നിന്നെ അങ്ങനെ ആക്കും. അറിയില്ലായിരുന്നു ഇവളുടെ സ്വഭാവം ഇത്രയും പിഴച്ചാണെന്ന്. ഒരുമാതിരി വൃത്തിയായിട്ട സ്വഭാവം. അതെങ്ങനെ കാണിക്കട്ടെ മൈര? അവളെ എങ്ങനെയാന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ അവളായിട്ട് നീ കമ്പനിക്ക് പോകണ്ട. ഓക്കെ, അവള് നിന്നെ അങ്ങനെ ആക്കും. ഞാനിപ്പോ അവളായിട്ട് കമ്പനിയൊന്നുമില്ല. അവളായിട്ടുള്ള കമ്പനിയൊക്കെ ഞാൻ നിർത്തിയായിരുന്നു. എടി നീ തന്നെയല്ലേടി അന്ന് അവളുടെ അത്രയും വലിയ കുറ്റം പറഞ്ഞേ, എന്നിട്ട് ഒരു നാണവും ഇല്ലാണ്ട് അവളുടെ കൂടെ തന്നെ സ്റ്റോറി എടുത്തിട്ടേക്കണ്. എങ്ങനെ സാധിക്കുന്നത് നിനക്ക്? തന്ത 2 ഉണ്ടോ അതോ 3 ഉണ്ടോ? ഓർമ്മ എനിക്ക് താന്ന. ഞാൻ എന്തൊക്കെ അവളെ പറഞ്ഞാലും അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവളുടെ കുറ്റം നീ പറഞ്ഞത് നിന്റെ വായിക്കൂടെ അല്ലേ? ആ വായിക്കൂടെ വന്നിട്ട് നീ ചോറുണ്ടണ എങ്ങനെ ഇറങ്ങി പോണ് നിനക്ക്? ഇത്രയും കുറ്റം നീ എന്നോട് പറഞ്ഞിട്ട് ഒരു നാണവും ഇല്ലാണ്ട് അവളുടെ കൂടെ ഇന്ന് ഫുള്ള് കറങ്ങാൻ പോയിട്ടുണ്ടാവും. നിന്നെ എങ്ങനെ നമ്പൂടി? ഈ പെണ്ണിനെതിരെ പെണ്ണ്. അമ്മു എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഞവലെ വിളിച്ച് പറയും ഞാൻ. നീ എന്തോന്ന് സ്വഭാവം ഇത്? നീ പാമ്പാടി. നീ നിന്റെ അച്ഛനും പാമ്പ്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കണേ നീ അവിടെ പോയി പറയും. നിങ്ങൾ തമ്മിൽ വഴക്കണേ എന്നോട് ഒന്ന് പറയും. എന്ത് ബ്രോക്കറാ നീ? എടി എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ അവളെ അവളൊക്കെ എന്തോന്ന് സ്വഭാവം ഇത്? കുറ്റം വന്നിട്ട് പറയുകയും ചെയ്യും, അതിന്റെ പിറ്റേന്ന് അവളുടെ കൂടെ തന്നെ.